ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിൽ നിന്നൊരു വ്ളോഗ് ഇടണമെന്നിങ്ങനെ കുറേ ദിവസമായിട്ട് ആലോചിക്കുകയാണ്. പക്ഷേ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ചുമ്മാ ഇന്നലെ ഫോണിൽ കളിച്ചുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെതായി ഈ കൂട്ടുകാരും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, എടാ നാളെ രാവിലെ നമ്മൾ കടലാണിപ്പാറ പോയാലോ, അതായത് നല്ല സൺറൈസൊക്കെ ഉണ്ട്, കിടിലാവുമല്ലോ. അപ്പോൾ ഞാൻ വെച്ച് എന്നാൽ കൊള്ളാം, എന്നാൽ ഇതൊരു വ്ളോഗായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യൽ വ്ളോഗുമായി എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യത്തെ സൺറൈസും കാണാം, അത് നിങ്ങളെയും കാണിക്കാം. അങ്ങനെ സന്തോഷമായിട്ട് ഞാൻ രാവിലെ എണീറ്റ് പോകാമെന്നൊക്കെ പറഞ്ഞ് സെറ്റായി. രാവിലെ എണീറ്റ് പോയി. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് നമ്മൾ പോയ പാറയിൽ നിന്ന് സൺറൈസ് കാണാൻ പറ്റത്തില്ലെന്ന്. ശേഷം സ്ക്രീനിൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ല ന്യൂ ഇയർ പരിപാടിയൊക്കെ ഇന്ന് രാത്രി തീർന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ലായിരുന്നു. വീട്ടിൽ വെറുതെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വീട്ടിൽ ഇരിക്കുക, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്, നമ്മുടെ ചാനലിന് മുമ്പൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, കടലാണിപ്പാറ വീറോൾ വീഡിയോ എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ആ പാറയിൽ അന്ന് നമ്മൾ പോയത് ഏകദേശം ഒരു 11 മണി 12 മണി ഉച്ച സമയത്താണ്. വെയിൽ കൊണ്ട് കരിഞ്ഞ് പണ്ടാരടങ്ങിയല്ലാതെ അത്ര വലിയ വൈബൊന്നും കിട്ടിയില്ല അവിടെ നിന്ന്. പക്ഷേ സ്ഥലം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് അവൻ പറഞ്ഞ്, എടാ ഇന്ന് ന്യൂ ഇയറിൽ എന്തായാലും എങ്ങും പോകാതില്ല, രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്ന് പോകാമെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് അവിടെയാണ്. അപ്പോൾ ഈ വ്ളോഗിൽ എന്ത് പ്രത്യേകിച്ച് കാണുമെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല, കാരണം നമ്മൾ പോയല്ലോ. ഇതിനിടയ്ക്ക് പ്രത്യേകിച്ച് വല്ല സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. പക്ഷെ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ലേറ്റായിപ്പോയി ഗൈസ്. നേരത്തെ വരണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. അതായത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മളൊരു 6-6:30 ഇവിടെ എത്ര വിചാരിച്ചാണ്. അപ്പോൾ ആ സൂര്യനൊക്കെ അങ്ങ് കൊല്ലത്തെത്തി, സൂര്യോദയമൊക്കെ കാണണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അതൊക്കെ നടന്നില്ല. ഇവിടെ ഇപ്പോൾ മഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ഇവിടെ. നിങ്ങൾ അങ്ങൊക്കെ കാണുകയാണെങ്കിൽ, അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ മഞ്ഞവിടെ കിടക്കണ കാണാം. പക്ഷേ ഇപ്പോൾ ഇവിടെ മഞ്ഞുമില്ലൊരു കുന്തമില്ല, ഫുള്ള് പണിപാളിപ്പോയി. സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രി ഫോൺ ചാർജ് ഇടാൻ മറന്നുപോയി. അപ്പോഴത്തേക്കും രാവിലെ അടിച്ചപ്പോൾ ഫോൺ ചാർജില്ല. പിന്നെ ഫോൺ ചാർജിൽ വന്നിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ താമസിച്ചു. പിന്നെ നിൽക്കണവൻ ഞാൻ പറഞ്ഞ് അവൻ്റെ 6:00 വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇറങ്ങിയടാ ശരി. ഞാൻ അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല, അവൻ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ പ്ലാൻ അടപടലും തേഞ്ഞ്. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് വേറെ പ്ലാനൊന്നുമില്ല. പിന്നൊരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇറങ്ങിയായിരുന്നു നമ്മളെ ചാനലില്. ആരും അതൊന്നും വിചാരിക്കരുത്. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അത് കുറച്ചുകൂടെ ഇതായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതവിടെ വെച്ച് അത്രയും ചുരുക്കേണ്ടി വന്നതാണ്. അത് ചില സാങ്കേതിക കാരണം കൊണ്ട് അത് അത്രയും ചുരുക്കേണ്ടി വന്നതാണ്. അതായിരുന്നു സംഭവം. അപ്പൊ ആ വീഡിയോ ആരും കണ്ടിട്ട് ആരും ഹെയ്റ്റൊന്നും പ്ലീസ് തരരുത്. കാരണം ആ വീഡിയോയില് എനിക്കറിയാം അത് ഫുള്ള് ഒരു പൊട്ടത്തരമാണ്. നല്ലൊരിതില്ല. പിന്നെ അത് ചെയ്യണം എന്നുള്ളൊരിതുണ്ടായ അതുകൊണ്ടാണ് പിന്നെ അത് എടുത്തിട്ടത്. അതിൽ
എനിക്കൊന്ന് കുറച്ച് കഷ്ടപ്പെട്ട് അത് ഇപ്പം ഇരിക്കുന്ന രീതിയിലെങ്കിലും ആക്കിയെടുക്കാനായിട്ട്. അത്രയ്ക്ക് ബോറായിരുന്നു അത്. അപ്പൊ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് പേര് ഉണ്ടാക്കിയാണ് അത്. എഡിറ്റതൊക്കെ ഒരു ഫോണിൽ പെട്ടെന്ന് എടുത്തതാണ് ആ സാധനം. അതിന് മുമ്പ് എടുത്തതൊക്കെ അത് നമുക്ക് വിടാം. അങ്ങനെ ഒരു സംഭവമായി പോയി. അപ്പൊ എന്തായാലും ആ വീഡിയോ നിങ്ങളാരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ കാണാനും നല്ലൊരു വീഡിയോ അല്ല. അപ്പൊ എന്തായാലും ഇനി നല്ല വീഡിയോസ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിൽ പറഞ്ഞേക്കണ അഭയിൽ നിൽക്കുന്നവനാണ് ആ നിൽക്കണത്. അപ്പൊ എന്തായാലും ഈ പാറയിൽ ഇപ്പം ഞാൻ വിചാരിച്ചു രാവിലെ വരുമ്പോ കുറച്ചുകൂടെ സീനറി വ്യത്യാസമായിരിക്കും, ബി റോഡ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ കാര്യമില്ല, നമ്മൾ എന്തായാലും അന്ന് വന്ന സെയിം ഒരു കണ്ടീഷൻ തന്നെയാണ്. അന്ന് വന്നപ്പോ കുറച്ച് വെയിലും വെട്ടമൊക്കെ ഉണ്ടായത്, അത്ര ഇല്ല. എന്തായാലും ഒരു ഫീൽ വ്യത്യാസമുണ്ട്. കാരണം അന്ന് ഉച്ചയ്ക്ക് വന്ന് വെയിലത്ത് കുരഞ്ഞു കുത്തിയിരുന്ന ഇത് ഇപ്പം ഫുള്ള് എത്തി നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്നതിനെക്കാട്ടി ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഇതാണ്ട, ഇതാണ് അന്ന് വന്നതിനെക്കാട്ടിയുള്ള വ്യത്യാസം. അന്ന് വന്നപ്പോ ഇത്രയും വേസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നേടാ നമ്മൾ വന്നപ്പോ. ഇതിന് മഴ പെയ്ത് മോളിൽ നിന്നെല്ലാം അവിടെ വാരിക്കൊണ്ട് ഇട്ടതാണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ്ട, നിങ്ങളത് കണ്ട ഈ പാറ ഫുള്ള്. എനിക്ക് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഈ കാണുന്നത് ഫുള്ള് വേസ്റ്റാണ് കിടക്കണത്. നമ്മൾ അന്ന് വന്നപ്പോൾ ഈ പാറ അത്യാവശ്യം വൃത്തിയായിട്ടിരുന്നത്. ഇതിപ്പോ ആരെങ്കിലും കൊണ്ട് ഇട്ടതാണോ അതിന് മോളിൽ നിന്ന് മഴ പെയ്തപ്പോലെ ഒഴി വന്നാന്ന് എനിക്കറിഞ്ഞൂടാ. ആ ഒരു ഫുള്ള് വൃത്തികളായി കിടക്കുകയാണ്. എന്തായാലും ഈ പാറയുടെ അധികൃതർ ഇതിന് ഇവിടെ ആൾക്കാരെ കൊണ്ടിട്ടതാവാൻ, ഇത് ഇട്ടൊക്കെ വേണ്ടിട്ട് ആൾക്കാർ ഇട്ടാണെന്ന് തോന്നല്ല. എനിക്ക് തോന്നുന്നു ഇട്ടതാണ്. മോളിൽ ഇവിടെ ഇട്ടത് എനിക്ക് തോന്നുന്നു മഴ പെയ്ത് ഇവിടെ വന്ന് അടിഞ്ഞതാണ്. അപ്പൊ ഇത് പാറയുടെ അധികൃതർ ഈ വീഡിയോ കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ എങ്ങനെയും ഇത് കാണുകയാണെങ്കിൽ ഇതൊന്ന് പ്രത്യേകത. കാരണം ഇത്ര നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ കുറെ ചവറ് ഫുള്ള് കിടക്കുന്നത് നല്ലതല്ല. ഓക്കെ, അപ്പൊ ഇത് ഇത്രയല്ല. ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഇതാണിത്. സൂര്യനൊക്കെ സൂര്യൻ കാണാൻ വന്ന സൂര്യൻ താങ്ങ് ഉദിച്ചങ്ങ് കൊല്ലത്തെത്തി. ഇതിന്റെ മണ്ടൊരു അമ്പലമുണ്ട്, ഒരു കുഞ്ഞ് ക്ഷേത്രം പോലെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കടല് കാണിപ്പാറ എന്ന് ഉള്ളതിനെ കാട്ടിയും ഇതിന്റെ പേര് കടല് കാണിപ്പാറ എന്നാണ്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടല് കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇത് എവിടെ നിന്നാ കടല് കാണുന്നത്, അങ്ങനെയാണ് ഇതിന്റെ പേര്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് വീട്ടിലാണെന്ന് അർക്കലല്ലേ. അവിടെ എന്തോ കാണാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അന്ന് വന്നപ്പോഴും കാണാൻ പറ്റില്ല, ഇന്ന് വന്നപ്പോഴും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു വല്ല മാറ്റങ്ങൾ വല്ല സംഭവിച്ചാണ്. ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നതാണ്, അതൊക്കെ വല്ല ഇടിഞ്ഞു പോയി കാണും. അങ്ങനെയാണ് ഇതിന് ആ പേര് വന്നെന്നാണ് പറഞ്ഞത്. ഇതിന് വേണ്ടി ഒരു അമ്പലം ഉണ്ട്. അതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഗൂഗിളിൽ ആയിരവല്ലി പാറ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പാറയുടെ ഫോട്ടോ കാണിക്കണം. അത് ആ പാറയല്ല, വേറെ ഏതോ പാറ എന്നാണ് ഇവൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു പാറയുടെ ഫോട്ടോ, ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് എന്തായാലും ഗൂഗിളിൽ കാണാൻ പറ്റും. ആയിരവല്ലി പാറ എന്ന് അടിച്ചു കഴിഞ്ഞാൽ മോളിപ്പോ. അപ്പൊ എന്തായാലും നമ്മള് മോളിലോട്ട് പോകുന്നൊരു ഇത് കാണിച്ച് മോളിലോട്ടുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് വൈകിടപ്പുണ്ട്. എന്തായാലും മോളിൽ ആൾക്കാരെയാണ്, ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ നടക്കുകയായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് മോളിലോട്ട് അപ്പൊ എന്തായാലും നമ്മൾ മണ്ടേ കയറി. ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ടോപ്പ് ഇവിടെ അല്ലേ. അപ്പുറത്തൊരു സ്ഥലം ഇവിടെ ഉണ്ട്, നമുക്ക് പോവാം. അപ്പൊ എന്തായാലും സൺറൈസ് കാണിക്കാൻ വേണ്ടി അന്ന് സംഭവം നടന്നിട്ടില്ല. ഇവിടെയൊക്കെ ഫുള്ള് കുഴിയാണ്, കുഴിയാണ്. അപ്പുറത്ത് പോകാൻ പറ്റില്ല. വാടാതാണ്ട് ഇത് തോട്ടി വന്നാൽ മതി. ഇവിടെ ഫുള്ള് ഇപ്പൊ ഇവിടെ ഫുള്ള് ഇതിന്റെ ചുറ്റാകെ മരം വളർന്നത്. ഈ ഒരു മരം അതിന്റെ ചുറ്റാകെ. അതുകൊണ്ട് ഇവിടെ അധികം സീനറിയൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ആ ഒരു പോയിന്റ് മാത്രമേ കാണാൻ പറ്റും, ആ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റൂ. വേറെ ഒന്നും ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നായിരുന്നു തോന്നുന്നത്. ഇപ്പൊ വന്നു പോയതാണ്, അത് പണ്ടെങ്ങനെയാണെന്ന് അറിയൂല. എടാ ഇവിടെ ഇന്ന് സൺസെറ്റ് കാണാൻ, സൺറൈസ് കാണാൻ പറ്റത്തില്ലടാ. ഇവിടെ ഇന്ന് എന്തായാലും സൺറൈസ് കാണാൻ പറ്റൂല, ഉറപ്പാണ്. ഫുള്ള് മരം വളർന്ന്. അപ്പൊ ഇവിടെ താമസിച്ച് വന്നാലും പറഞ്ഞൊക്കെ കൊടുക്കാൻ
കാര്യമില്ല എന്തായാലും. കാരണം ഇവിടെ നിന്ന് ഇപ്പം നമ്മളെല്ലാ സ്ഥലത്തും സൺറൈസ് സൂര്യ ഉദിക്കുന്നത് ആ ഭാഗത്താണ് സൂര്യ ഉദിക്കുന്നത്. എന്തായാലും ഇവിടെ വന്നാലും ആ ഭാഗത്ത് തൊട്ട് കാണാൻ പറ്റില്ല, മോളിൽ നിന്നാലും കാണാൻ പറ്റത്തില്ല, താഴെ എന്തായാലും കാണാൻ പറ്റത്തില്ല. താഴെ തന്നെ അങ്ങോട്ടുള്ളൊരു ഇതിൻ്റെ ഇത് കാണാൻ പറ്റും. അതായത് സൂര്യ ഉദിച്ച് വരുന്നത് കാണാൻ പറ്റത്തില്ല ഇവിടെ എന്ന് കഴിഞ്ഞാൽ. അപ്പോൾ സൺറൈസ് ആണ് ആരും ഇങ്ങോട്ട് കണ്ട നമ്മളെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. സൺസെറ്റ് കാണാനാണെങ്കിൽ പോളി സാധനമാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തോട്ടേക്ക് സൺസെറ്റ് വരുന്നത്. താഴെ നിന്നാലും മോളിൽ നിന്നാലും എവിടെ നിന്നാലും ആ സാധനം കാണാം. സൺസെറ്റ് ആണ്. അപ്പോൾ സൺറൈസ് കണ്ടുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. നമ്മളിത് കാണാൻ വന്നതിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലെങ്കിലും പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നമ്മളെ വ്ലോഗിലൊരു പോയിന്റാണ്. സൺറൈസ് കാണാനായിട്ട് കടൽ അത് കാണാൻ പറ്റി. മായത്തൊക്കെ ചുമന്ന സാധനമൊക്കെ കാണാൻ പറ്റും. സൺറൈസ് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ താഴെ എന്തെങ്കിലും എനിക്ക് കുറച്ച് അകലെ എനിക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര ക്ലിയർ ആയിട്ട് എല്ലായിടത്തും കാണാൻ പറ്റും. അത് കുറവാണ്. എന്തായാലും നോട്ട് പോയി സൺറൈസ് കാണാനായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ സാധനം നല്ല കാറ്റൊക്കെ ഇപ്പം എന്തോ അന്ന് വന്നതിനെക്കാട്ടി ഇടുന്ന കാറ്റുണ്ടല്ലോ, നല്ല തണുത്ത കാറ്റുണ്ട്. അന്ന് വന്നപ്പോൾ ഇത്രയും കാറ്റൊന്നും ഇല്ലായിരുന്നു. അതുപോലെ അന്ന് വന്ന ഉച്ചയ്ക്കാണ്. അന്ന് വെയിൽ കൊണ്ട് എൻ്റെ പൊന്നെ ഊപ്പാട് വന്നു. അപ്പോൾ അന്നത്തെ വീഡിയോ തമിഴിൽ നിങ്ങൾ കണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അത് ഇവിടെ എല്ലായിടത്ത് തമിഴിലാണ്. എന്തൊക്കെ പറഞ്ഞിവിടെ അത് ഇവിടെ എല്ലായിടത്ത് ഫോട്ടോ ആണത്. അപ്പം എന്തായാലും സൺറൈസ് കഴിഞ്ഞ് ഇനി ഇവിടെ എന്തായാലും വേറെ പാറയൊന്നുമില്ല. അപ്പോൾ ഇനി എന്തായാലും കടലാണിപ്പാറയുടെ സൺസെറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാൻ്റെ. കടലാണിപ്പാറ സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇനി ഒരു ദിവസം കൂടെ വരും. മിക്കവാറും വേറെ ഏതെങ്കിലും ഒരു വ്ലോഗിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ തുടങ്ങുന്നത് ഇവിടുത്തെ സൺറൈസും തീരുന്നത് ഇവിടുത്തെ സൺസെറ്റും വെച്ചായിരിക്കും. എന്തായാലും സൺസെറ്റും സൺറൈസും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ അങ്ങോട്ടൊക്കെ കുറേ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട. അവരെന്തായാലും അവരെ ഇത് അങ്ങോട്ട് കണ്ടിക്കട്ടെ. നമുക്ക് പോകാമല്ലോ. അപ്പോൾ നമുക്ക് താഴെ വേറെ നമ്മളിവിടെ അധികം നേരം നിൽക്കുന്നത് എനിക്ക് വന്നിവിടെ കുറേ നേരം നിന്നതാണ്. അത്രയ്ക്കേ ഉള്ളൂ. കുറച്ച് കാറ്റുണ്ടെങ്കിൽ വേറെ വ്യത്യാസമൊന്നും ഇല്ല സാധനം. അവരിൽ താഴെ ഇറങ്ങിയിട്ട് ബാക്കി കാണാം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര കാണുള്ളൂ. കാരണം വേറെ പരിപാടി നിന്നില്ല എന്തായാലും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എല്ലാം ചെയ്തതാണ്. ന്യൂ ഇയർ ഒരു വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ പ്ലാനെല്ലാം കഴിഞ്ഞുപോയി. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. ഇനി നമ്മൾ വേറൊരു വ്ളോഗിൽ വരാം. പിന്നെ ഈ പാറയുടെ ബീറോൾ കണ്ടിട്ടുള്ളവർ കണ്ട് ഇവിടെ അതിൻ്റെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കണ്ടിട്ടേ പോകാം ഇത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ബൈ 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 ബൈ. വേണ്ട പറയണ്ടല്ലോ. ഇല്ലല്ലോ. So hello guys, welcome back to my YouTube channel Assault Miner. Hello guys, welcome back. അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. നിന്നെ ഞാൻ കൊല്ലി നോക്കിയോ. നീയാണ് പറഞ്ഞത് 6 മണിക്ക് ഇറങ്ങാൻ. എൻ്റെ ഫോൺ ഇന്നലെ രാത്രി ചാർജ് ഇടാൻ മറന്നതാണ് ഞാൻ 6:30 ഇറങ്ങിയത്. എന്നിട്ട് നീ 6:30 ആയപ്പോൾ നീ എവിടെ ഇരിക്കണ്? അപ്പോൾ ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ആ ജിംബോഡിയും കാണിച്ചോണ്ടിരിക്കുന്നു. കുഴപ്പമില്ല.